നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത് മോട്ടോറോള ഏറ്റവും പുതിയ പുറത്തിറക്കിയിരിക്കുന്ന മോട്ടോ e32s എന്ന സ്മാർട്ട് ഫോണിന്റെ വിശേഷങ്ങളാണ്. അപ്പോൾ മോട്ടോറോള സ്മാർട്ട് ഫോണുകൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നവർക്ക് ഒരു കാര്യം മനസ്സിലാവും. മോട്ടോറോള അവരുടെ ബജറ്റ് ഫ്രണ്ട്ലി പ്രൈസിംഗിൽ പുറത്തിറക്കുന്ന സ്മാർട്ട് ഫോണാണ് മോട്ടോ ഇ സീരീസ് ഫോണുകൾ. അത് കഴിഞ്ഞാൽ ഒരു മിഡ് റേഞ്ചർ എന്ന് വേണമെങ്കിൽ വിളിക്കാവുന്ന തരത്തിൽ മോട്ടോറോള പുറത്തിറക്കുന്ന ഫോണുകളുടെ ആ ഒരു സീരീസ് എന്ന് പറയുന്നത് ജി സീരീസ് ആണ്. അതും കഴിഞ്ഞ് കുറച്ചുകൂടി ഒരു 30,000 റേഞ്ചിലേക്ക് വരുമ്പോൾ മോട്ടോറോള എഡ്ജ് സീരീസ് പുറത്തിറക്കുന്നു. ഇതാണ് ഈ അടുത്തിടെയായിട്ട് ഇന്ത്യയിൽ കണ്ടുവരുന്ന മോട്ടോറോളയുടെ സ്മാർട്ട് ഫോണുകളുടെ ഒരു രീതി. അപ്പോൾ അത്തരത്തിൽ മോട്ടോറോള ഈ സീരീസിൽ ഏറ്റവും പുതിയ പുറത്തിറക്കുന്ന സ്മാർട്ട് ഫോണാണ് e32s. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രൈസിങ് ഈ സീരീസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ എങ്ങനെയായാലും ഒരു 12,000 രൂപയിൽ താഴെ ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കാം. ചിലപ്പോൾ 10,000 രൂപയിൽ താഴെ ആകാനും വഴിയുണ്ട്. എന്ത് തന്നെയായാലും നമുക്ക് മോട്ടോറോള e32s എന്ന ഫോൺ അൺബോക്സ് ചെയ്ത് എന്തൊക്കെയാണ് ഈ ഒരു ഫോണിൻ്റെ വിശേഷങ്ങളെന്ന് നോക്കാം. ഫോണിൻ്റെ പ്രൈസിങ് കൃത്യമായിട്ട് നമുക്ക് ഈ ഒരു ഫോണിൻ്റെ ബോക്സ് കണ്ടാൽ മനസ്സിലാവും. മോട്ടോറോള ഈ ഫോണുകളിലെല്ലാം ബോക്സിൻ്റെ കളർ ടൈപ്പും എല്ലാം ഒരുപോലെ ആണെങ്കിലും ആ പ്രൈസിങ് കൂടുന്നതനുസരിച്ച് ഈ ഒരു ബോക്സിൻ്റെ ക്വാളിറ്റി വ്യത്യാസം വരും. അതുപോലെ പ്രൈസിങ് കുറയുന്നതനുസരിച്ച് മോട്ടോറോളയുടെ ഫോണിൻ്റെ ബോക്സിൻ്റെ ഒരു ക്വാളിറ്റിയും കുറയും. ഇവിടെ കൃത്യമായിട്ട് ഇതൊരു ബജറ്റ് ഫ്രണ്ട്ലി സ്മാർട്ട് ഫോൺ ആണെന്ന് നമുക്ക് ഈ ഒരു ബോക്സ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഈ സീരീസ് എന്ന് പറയണ്ട. അതുപോലെ തന്നെ മോട്ടോറോള ഫോണുകളുടെ മറ്റൊരു പ്രത്യേകത, ഇതുപോലെ ബോക്സിൽ നിന്ന് ഫോൺ നമ്മൾ പുറത്തേക്ക് എടുക്കുമ്പോൾ തന്നെ കേസ് ഇട്ടായിരിക്കും വരുന്നത്. അപ്പോൾ ഇവിടെയും കാര്യങ്ങൾ വ്യത്യാസമല്ല, കേസ് ഇട്ട് തന്നെ വരുന്നു. ഫോൺ അവിടെ ഇരിക്കട്ടെ, വേറെ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ഇതിൻ്റെ ഡോക്യുമെൻറ്റേഷൻ പേപ്പേഴ്സ്, ഒരു ചാർജർ. അപ്പോൾ ഈ ഒരു ചാർജർ എന്ന് പറയുന്നത് 10 വാട്ടിൻ്റെ ചാർജറാണ്. പക്ഷേ ഫോൺ 15 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ഉള്ള ഫോണാണ്. അപ്പോൾ ബോക്സിനകത്ത് 15 വാട്ടിൻ്റെ തന്നെ ചാർജർ കൊടുക്കാമായിരുന്നു എന്ന് തോന്നി. കൂടാതെ ഇത്തരത്തിൽ സിം ഇജക്ടർ പിൻ കൊടുത്തിട്ടുണ്ട്. ടൈപ്പ് സി ചാർജിങ് കേബിൾ തന്നെ ഈ ഒരു ഫോണിൻ്റെ ബോക്സിനോടൊപ്പം ഇത്തരത്തിൽ നൽകിയിട്ടുണ്ട്. നമുക്ക് ഫോണിലേക്ക് തിരിച്ചു വരാം. ഈ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേക്ക് പുറത്ത് ഇതുപോലെ ഒരു പ്രൊട്ടക്ടർ ഒട്ടിച്ച് വന്നിട്ടുണ്ട്. അതിനകത്ത് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഹൈലൈറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വരാം. ഫോണിൽ നിന്ന് ഈ ഒരു കേസ് ഊരി മാറ്റി ഫോണിൻ്റെ ഒരു ക്വാളിറ്റി നോക്കാം. അടിപൊളി, മനോഹരമായിട്ടുള്ള ഒരു ഡിസൈൻ. അപ്പോൾ ഈ ഒരു ഫോണിൻ്റെ ബാക്കിൽ ഈ ഒരു സ്റ്റിക്കർ ഒന്ന് ഒഴിവാക്കട്ടെ. സത്യം പറയാമല്ലോ, ഈ ഒരു സ്മാർട്ട് ഫോൺ കണ്ടു കഴിഞ്ഞാൽ നല്ല ഒരു പ്രീമിയം ലുക്കുണ്ട്. പ്രീമിയം ലുക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ഒരു പ്രൈസ് റേഞ്ച് ഒരു എൻട്രി ലെവൽ പ്രൈസ് റേഞ്ച് ആണല്ലോ ഈ ഒരു സ്മാർട്ട് ഫോണിന് വരുന്നത്. അപ്പോൾ ആ ഒരു എൻട്രി ലെവൽ പ്രൈസ് റേഞ്ച് ആണെന്ന് നമ്മൾ ഈ ഒരു ഫോൺ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പറയാനേ പറ്റില്ല. കാരണം അത്രയും ഒരു പ്രീമിയം ലുക്ക് എന്തായാലും ഈ ഒരു സ്മാർട്ട് ഫോണിന് മോട്ടോറോള കൊടുത്തിട്ടുണ്ട്. ഈവൻ മോട്ടോറോളയുടെ എഡ്ജ് സീരീസിൻ്റെയൊക്കെ ബാക്ക് സൈഡ് കാണുന്നത് പോലെയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ. പിന്നെ ഇതിനകത്ത് ഡിസൈൻ വൈസ് നോക്കിയപ്പോൾ ഇത്തിരി ഒരു തിക്നെസ് ഒരു അല്പം കൂടുതൽ പോലെ, കമ്പാരിറ്റീവ്ലി തിക്നെസ് ഒരു അല്പം കൂടുതൽ പോലെ തോന്നി. കൃത്യമായിട്ട് പറഞ്ഞാൽ 8.49 mm ആണ് ഇതിൻ്റെ ഒരു തിക്നെസ്. ലൈറ്റ് വെയിറ്റ് ആണ്, വെറും 185 ഗ്രാം ഭാരം മാത്രമേ ഉള്ളൂ. അതുപോലെ ഈ ഒരു ഫോണിന് അക്രിലിക് ബാക്ക് ഫിനിഷാണ് നൽകിയിരിക്കുന്നത്. എന്ത് തന്നെയായാലും മനോഹരമായിട്ടുള്ള ഒരു ഡിസൈൻ ഫോൺ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇതുപോലെ മോട്ടോറോളയുടെ ഒരു ലോഗോ ഒക്കെ കൊടുത്തിട്ടുണ്ട്. മുകളിൽ 3.5 mm ഹെഡ്സെറ്റ് കണക്ട് ചെയ്യാൻ സാധിക്കുന്ന തരത്തിലുള്ള ഓഡിയോ ജാക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ വലത് സൈഡിലേക്ക് വരുമ്പോൾ വോളിയം റോക്കേഴ്സും സൈഡ് മൗണ്ടഡ് ആയിട്ട് പവർ ബട്ടണിൽ തന്നെ ഫിംഗർ പ്രിന്റ് കൊടുത്തിരിക്കുന്നു. താഴെ സ്പീക്കർ ഗ്രില്ല്, USB ടൈപ്പ് സി ചാർജിംഗ് പോർട്ട്, ഇവിടെ ഒരു മൈക്രോഫോൺ കൊടുത്തിട്ടുണ്ട്. ഇടത് സൈഡിലായിട്ടാണ് സിം ട്രേ. അപ്പോൾ ഇതിനകത്ത് സെക്കൻഡറി നോയ്സ് ക്യാൻസലേഷൻ മൈക്ക് നൽകിയിട്ടില്ല. ഇനി നമുക്ക് ആ ഒരു സിം ട്രേ ഏത് ടൈപ്പാണെന്ന് കൂടി നോക്കാം. ട്രിപ്പിൾ കാർഡ് സ്ലോട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ അത് നൽകിയിരിക്കുന്നത്. ബജറ്റ് ഫ്രണ്ട്ലി സ്മാർട്ട് ഫോണുകളിലെല്ലാം ട്രിപ്പിൾ കാർഡ് സ്ലോട്ടാണ് വരുന്നത്. അപ്പോൾ ഒരേ സമയം നമുക്ക് 2 നാനോ സിം കാർഡുകളും ഒരു മെമ്മറി കാർഡും ഒരുമിച്ച് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ഉപയോഗിക്കാം. പ്രധാനമായിട്ടും ഈ ഒരു സ്മാർട്ട് ഫോൺ 2 നിറങ്ങളാണ് വരുന്നത്, സ്ലേറ്റ് ഗ്രേ, മിസ്റ്റി സിൽവർ. നമ്മളിവിടെ പരിശോധിക്കുന്നത് സ്ലേറ്റ് ഗ്രേ എന്ന കളർ വേരിയന്റ് ആണ്. ഇനി ഈ ഒരു സ്മാർട്ട് ഫോൺ നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഓൺ ചെയ്യുമ്പോൾ തന്നെ ഇതുപോലെ പവേർഡ് ബൈ ആൻഡ്രോയിഡ് എന്ന് എഴുതി കാണിക്കുന്നു. ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നുന്നത്, ഇത് പ്യുവർ ആൻഡ്രോയിഡ് 12 ഈ ഒരു സ്മാർട്ട് ഫോൺ പ്രവർത്തിക്കുന്നത്. കണ്ടില്ലേ, സ്റ്റോക്ക് ആൻഡ്രോയിഡ്. ഞാൻ പേഴ്സണൽ യൂസിനായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന ഫോൺ എന്ന് പറയുന്നത് ഗൂഗിളിൻ്റെ Pixel 6 Pro ആണ്. ആ ഫോണിൻ്റെ ആ നോട്ടിഫിക്കേഷൻ ഷെയ്ഡൊക്കെ നോക്കി കഴിഞ്ഞാൽ കണ്ടില്ല, രണ്ടും ഒരുപോലെയാണ്. കാരണം ഈ Pixel 6 Pro എന്ന് പറയുന്നത് ആൻഡ്രോയിഡ് 12 ഇതുപോലെ സ്റ്റോക്ക് ആൻഡ്രോയിഡ് വരുന്നൊരു ഫോണാണ്. അതേ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് നമുക്ക് ഈ ഒരു 11,000 രൂപ ആ പ്രൈസ് കാറ്റഗറിയിൽ വരുന്ന ഒരു സ്മാർട്ട് ഫോണിൽ നമുക്ക് ലഭിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഈ ഒരു ഫോണിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. വളരെ ക്ലീൻ ആയിട്ടുള്ള ഒരു യൂസർ ഇൻ്റർഫേസ് തന്നെയാണ്. ഓക്കെ, ഒരുപാട് ബ്ലോട്ട് വേസുകൾ ഒന്നുമില്ല. ഇന്ന് നമ്മൾ മറ്റ് പല ബ്രാൻഡിൻ്റെയും, ചുരുക്കം 1-2 ബ്രാൻഡ് ഒഴികെയുള്ള മറ്റ് പല ബ്രാൻഡിൻ്റെ ഫോണുകൾ വാങ്ങിയാലും അതിനകത്ത് നിരവധി ബ്ലോട്ട് വേസുകൾ, MX പ്ലെയർ, ടക്ക് എന്തായിരുന്നു, മോജ്, ഈ പറഞ്ഞ ബൈജൂസ് ലേണിംഗ് ആപ്പ്, അങ്ങനെ ഒരുപാട് ആപ്ലിക്കേഷനുകൾ പ്രീ ഇൻസ്റ്റാൾഡായിട്ട് വരും. എന്നാൽ ഈ ഒരു ഫോണിനത് നോക്കി ഫേസ്ബുക്ക് മാത്രമാണ് എനിക്ക് തോന്നുന്നു പ്രീ ഇൻസ്റ്റാൾഡായിട്ട് വരുന്ന ഏക ആപ്ലിക്കേഷൻ. ബാക്കിയെല്ലാം ഗൂഗിളിൻ്റേതായിട്ടുള്ള ആപ്ലിക്കേഷൻ. നമ്മളുടെ മൊബൈൽ ഡേറ്റയുണ്ട് അല്ലേ, പ്ലേ സ്റ്റോർ ഉണ്ട്, നമുക്ക് ഇഷ്ടമുള്ള ആപ്ലിക്കേഷൻ മാത്രം ഇൻസ്റ്റാൾ ചെയ്യാമെന്നിരിക്കെ നമുക്ക് ആവശ്യമില്ലാത്ത ആപ്ലിക്കേഷൻ കുത്തി നിറച്ചൊരു സ്മാർട്ട് ഫോൺ വരേണ്ട ആവശ്യമില്ല അല്ലേ. അപ്പോൾ ഇത്
ബ്രാൻഡുകളുടെ ഒരു എന്താ പറയുന്നത് ഒരു ഇൻകം ജനറേറ്റിംഗ് മെത്തേഡാണ് ഇത്തരത്തിൽ അനാവശ്യമായിട്ടുള്ള ആപ്ലിക്കേഷനുകൾ ഇതിനകത്ത് കുത്തിനിറയ്ക്കുക എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെയുള്ള പ്രശ്നം എന്ന് പറയുന്നത് ബാറ്ററിയൊക്കെ പെട്ടെന്ന് അത്തരം ആപ്ലിക്കേഷനുകൾ കൂടുതൽ ഡ്രെയിൻ ചെയ്യാൻ ഒരു സാധ്യതയുണ്ട്. നമ്മുടെ ഡാറ്റ സെക്യൂരിറ്റിക്ക് വരെ പ്രശ്നമാണ്. പക്ഷേ ഇവിടെ മോട്ടോറോളയുടെ ഈ ഒരു സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസിൽ അത്തരം അനാവശ്യ ആപ്ലിക്കേഷനുകൾ ഇല്ല എന്നുള്ളത് തന്നെയാണ് ഈ ഒരു ഫോണിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. അതുകൊണ്ട് തന്നെ വളരെ സ്മൂത്ത് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരിക്കും നമുക്ക് ലഭിക്കുന്നത്. സാധാരണ സ്മാർട്ട് ഫോണുകളിൽ നിന്ന് മികച്ചൊരു ബാറ്ററി ലൈഫ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും, സ്റ്റോക്ക് ആൻഡ്രോയിഡ് ഉള്ളത് കൊണ്ട് തന്നെ. അടുത്തതായിട്ട് ഈ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേയെ കുറിച്ച് പറഞ്ഞാൽ 6.5 ഇഞ്ചിൻ്റെ IPS LCD ഡിസ്പ്ലേ ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. മാത്രമല്ല ഇതുപോലെ 90 ഹെഡ്സിൻ്റെ റിഫ്രഷ് റേറ്റ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിട്ടുണ്ട്. ഓർക്കുക, ഈ ഒരു സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് ഇതിൻ്റെ റെസൊല്യൂഷൻ HD+ റെസൊല്യൂഷനാണ്, ഫുൾ HD+ റെസൊല്യൂഷൻ അല്ല. ഈ പ്രൈസ് റേഞ്ചിൽ വരുന്ന മിക്ക സ്മാർട്ട് ഫോണുകളിലും HD+ റെസൊല്യൂഷനാണ്. എന്നിരുന്നാലും ഡിസ്പ്ലേയിൽ അതൊരു കുറവൊന്നും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. അങ്ങനെ മാത്രമല്ല ഈ ഒരു 90 ഹെഡ്സിൽ റിഫ്രഷ് റേറ്റ് നൽകിയിരിക്കുന്നതുകൊണ്ട് തന്നെ മികച്ച ഒരു എക്സ്പീരിയൻസ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ പാണ്ട ഗ്ലാസിൻ്റെ പ്രൊട്ടക്ഷൻ, കൃത്യമായിട്ട് പറഞ്ഞാൽ കോണിംഗ് ഗൊറില്ല ഗ്ലാസ് 3 ഇക്വലൻ്റ് ആണ് ഈ ഒരു പാണ്ട ഗ്ലാസിൻ്റെ പ്രൊട്ടക്ഷൻ ഈ ഒരു ഫോണിനകത്ത് നൽകിയിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ ഒരു ബ്രൈറ്റ്നസ് ലെവൽ നോക്കിക്കഴിഞ്ഞാൽ 500 നിറ്റ്സ് ആണ് ഇതിൻ്റെ ഒരു മാക്സിമം ബ്രൈറ്റ്നസ്. നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിൻ്റെ ആവശ്യത്തിന് വേണ്ടി ബ്രൈറ്റ്നസ് ഇത്തരത്തിൽ കുറച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ മാക്സിമം നമുക്ക് 500 നിറ്റ്സ് വരെ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ഉപയോഗിക്കാം. അപ്പോൾ ഔട്ട്ഡോർ വിസിബിലിറ്റിക്ക് ഓക്കെ എന്ന് വേണം ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ആ ഒരു മാക്സിമം ബ്രൈറ്റ്നസ്സിനെ വിശേഷിപ്പിക്കാൻ. അടുത്തതായിട്ട് ഈ ഒരു ഫോണിൻ്റെ പെർഫോമൻസ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ മീഡിയടെക്കിൻ്റെ ഹീലിയോ G37 എന്ന് പറയുന്ന പ്രോസസ്സറാണ് ഇതിനകത്ത് നൽകിയിരിക്കുന്നത്. 2 വേരിയൻ്റ് ആണ്, 3GB 32GB 4GB 64GB. അപ്പോൾ ഇതിനകത്ത് വരുന്ന റാം എന്ന് പറയുന്നത് LPDDR4X റാമും അതുപോലെ സ്റ്റോറേജ് ടൈപ്പ് എന്ന് പറയുന്നത് eMMC 5.1 ആണ്. അപ്പോൾ ഈ ഒരു സ്പെസിഫിക്കേഷൻ ഡീറ്റെയിൽസ് വെച്ചുകൊണ്ട് നമ്മൾ ഇതിനെ വിലയിരുത്തി കഴിഞ്ഞാൽ ഇതൊരു വലിയ ഗെയിമിംഗ് എക്സ്പീരിയൻസ് ഒന്നും നൽകുന്ന ഫോണല്ല, ഒരു എൻട്രി ലെവൽ സ്മാർട്ട് ഫോണാണ് നമുക്ക് മനസ്സിലാവും. അതായത് ഡേ ടു ഡേ ആക്ടിവിറ്റീസിനോ മറ്റ് പ്രശ്നങ്ങളൊന്നുമല്ലോ, യാതൊരു ലാഗോ അങ്ങനെ ഇഷ്യൂസോ ഒന്നും വരത്തില്ല ഈ ഒരു സ്മാർട്ട് ഫോൺ. കുഴപ്പമൊന്നുമില്ല. നമുക്കിപ്പോൾ വാട്സപ്പ് ഉപയോഗിക്കാം, ഫേസ്ബുക്ക് ഉപയോഗിക്കാം, കോൾ ചെയ്യാം, ഇല്ലേ, മറ്റ് ബ്രൗസിങ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും കുഴപ്പമില്ല. അതുപോലെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഗെയിമുകൾ കളിക്കുന്നതിനും പ്രശ്നമില്ല. ഹെവി ഗെയിമുകൾ ഹൈ ഗ്രാഫിക്സ് സെറ്റിങ്സിലൊന്നും ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് കളിക്കാൻ പറ്റില്ല എന്നുള്ളത് മാത്രമാണ് കുറവ്. പക്ഷേ എനിക്ക് നിങ്ങളോട് പറയാനൊരു കാര്യം കൂടിയുണ്ട്. 3GB 32GB വാങ്ങുന്നതിനേക്കാൾ നല്ലത് 4GB 64GB വേരിയൻറ്റ് വാങ്ങുന്നതാണ്. കാരണം 32GB വേരിയൻറ്റ് ഇൻറ്റേർണൽ മെമ്മറി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ 1-2 വലിയ ആപ്ലിക്കേഷൻ, ഈവൻ ഫേസ്ബുക്കൊക്കെ തന്നെ ഓരോ അപ്ഡേറ്റ് കഴിയുമ്പോഴും ഫയൽ സൈസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വലിയ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴത്തേക്കും ഇൻറ്റേർണൽ മെമ്മറി ഫുള്ളാവും. എസ്പെഷ്യലി വാട്സപ്പിലൊക്കെ ഒരുപാട് ഗുഡ് മോർണിംഗ് മെസ്സേജുകളൊക്കെ വരുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും ഈ 32GB ഒക്കെ വളരെ പെട്ടെന്ന് തന്നെ ഫുള്ളാവും. അതുകൊണ്ട് തന്നെയും 4GB 64GB വേരിയൻറ്റ് വാങ്ങുന്നതായിരിക്കും ബെറ്റർ ഓപ്ഷൻ എന്നും ഓർമ്മിച്ചോളട്ടെ. അടുത്തായിട്ട് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ബാറ്ററി സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ 5000 mAh ബാറ്ററിയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ കരുത്ത് പകരുന്നത്. 15 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് നൽകിയിട്ടുണ്ട്. പക്ഷേ ഫോണിൻ്റെ ബോക്സിൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ 10 വാട്ടിൻ്റെ ഒരു ചെറിയ ചാർജറാണ് നൽകിയിരിക്കുന്നത്. അത് ഒരു കുറവായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു. 15 വാട്ടിൻ്റെ ചാർജർ തന്നെ നൽകാൻ വരുന്നത്. പക്ഷേ നമ്മുടെ കയ്യിൽ 15 വാട്ടിൻ്റെ ഏതെങ്കിലും ചാർജർ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ ഫാസ്റ്റായിട്ട് തന്നെ ചാർജ് ചെയ്യാൻ സാധിക്കും. ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വന്നാൽ ഫോണിൻ്റെ ബാക്ക് സൈഡിൽ 3 ക്യാമറകളാണ് നൽകിയിരിക്കുന്നത്. ഇത്തരത്തിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ്, 16 മെഗാപിക്സലിൻ്റെ ഒരു പ്രൈമറി സെൻസർ, 2 മെഗാപിക്സലിൻ്റെ മാക്രോ, 2 മെഗാപിക്സലിൻ്റെ ഡെപ്ത് സെൻസർ. അപ്പോൾ രണ്ടാമത്തെയും മൂന്നാമത്തെയും ക്യാമറ ഒരു വലിയ സംഭവമൊന്നും അല്ലെങ്കിൽ പോലും ഈ 16 മെഗാപിക്സലിൻ്റെ പ്രൈമറി സെൻസർ അതൊരു ഡീസൻ്റ് ആയിട്ടുള്ള ജോലി ചെയ്യും എന്ന് മാത്രം പറയാം. അതുപോലെ സെൽഫി എടുക്കാനായിട്ട് 8 മെഗാപിക്സലിൻ്റെ ഒരു സെൻറ്റർ പഞ്ച് ഹോൾ ക്യാമറയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. അത് സത്യത്തിൽ എന്നെ ഞെട്ടിച്ചു. ക്യാമറയുടെ ക്വാളിറ്റി അല്ല, നേരെ മറിച്ച് സെൽഫി ക്യാമറ ഇത്തരത്തിൽ സെൻറ്റർ പഞ്ച് ഹോളായിട്ട് ഈ പ്രൈസ് റേഞ്ചിൽ നമുക്ക് ലഭിക്കുന്നു. സാധാരണ ഈ പ്രൈസ് റേഞ്ചിൽ വരുന്ന മിക്ക സ്മാർട്ട് ഫോണുകളിലും എടുത്തു നോക്കിയാൽ കാണാം അത് വാട്ടർ ഡ്രോപ്പ് നോച്ചിലായിരിക്കും സെൽഫി ക്യാമറ നൽകുന്നത്. പക്ഷേ ഈ പ്രൈസ് റേഞ്ചിൽ ഇവിടെ സെൻറ്റർ പഞ്ച് ഹോൾ നൽകിയിരിക്കുന്നു എന്നുള്ളതും ഒരു വലിയ കാര്യം തന്നെയാണ്. ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ മറ്റ് പ്രത്യേകതകൾ ചോദിച്ചു കഴിഞ്ഞാൽ ഇത് IP52 വാട്ടർ റെസിസ്റ്റൻസ് നൽകിയിട്ടുണ്ട്. മാത്രമല്ല ഡ്യുവൽ ബാൻഡ് വൈഫൈ സപ്പോർട്ടൊക്കെ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിട്ടുണ്ട്. ഓർക്കുക, ഇതൊരു 4G സ്മാർട്ട് ഫോണാണ്. ഈ പ്രൈസ് റേഞ്ചിൽ ഇന്ന് വരെ മറ്റൊരു സ്മാർട്ട് ഫോണും 5G സപ്പോർട്ട് നൽകിയിട്ടില്ല, മറ്റൊരു സ്മാർട്ട് ഫോൺ ബ്രാൻഡും. അപ്പോൾ നോർമലി ഇതും 4G സ്മാർട്ട് ഫോണാണ്. ഇന്ത്യയിൽ ഇതുവരെ 5G വന്നിട്ടില്ല എന്ന് നമുക്ക് ആശ്വസിക്കാം. ഫോണിനകത്ത് ഫിംഗർ പ്രിൻറ്റ് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ പവർ ബട്ടണിലാണ് നൽകിയിരിക്കുന്നത്. അത് വളരെ റെസ്പോൺസീവ് ആണ്, വളരെ ഫാസ്റ്റായിട്ട് തന്നെ ഈ ഒരു ഫിംഗർ പ്രിൻറ്റ് വർക്ക് ചെയ്യുന്നുമുണ്ട്. ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് പ്യുവർ ആൻഡ്രോയിഡ് എന്നതിലുപരി ഈ ഒരു സ്മാർട്ട് ഫോണിൽ 2 വർഷത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ആണ് കമ്പനി നൽകുന്നത്. അതായത് ഇപ്പോൾ ആൻഡ്രോയിഡ് 12 ആണെങ്കിലും ആൻഡ്രോയിഡ് 13, ആൻഡ്രോയിഡ് 14 എന്നീ മേജർ അപ്ഡേറ്റുകൾ നമുക്ക് ലഭിക്കുമെന്ന് ചുരുക്കം. അടുത്തായിട്ട് ഇതിൻ്റെ ഒരു സൗണ്ട് ക്വാളിറ്റിയെ കുറിച്ച് പറഞ്ഞാൽ മോണോ സ്പീക്കറാണ്.
സാമാന്യം തരക്കേടില്ലാത്ത ഈ പ്രൈസ് റേഞ്ചിൽ ഓക്കെ ആയിട്ടുള്ള ഒരു സൗണ്ട് ക്വാളിറ്റി ഓക്കെയാണ്. വലിയ വോളിയം ഒന്നും എക്സ്പെക്ട് ചെയ്യേണ്ട, ഓക്കെയാണ് എന്ന് പറയാൻ പറ്റും സൗണ്ട് ക്വാളിറ്റിയെ പറ്റി. അടുത്തായിട്ട് വീഡിയോ ക്വാളിറ്റിയെ കുറിച്ച് പറഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ ഈ കാണുന്ന പോലെ മനോഹരമായിട്ടുള്ളൊരു വീഡിയോ ക്വാളിറ്റി തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ സമ്മാനിക്കുന്നുണ്ട്. എസ്പെഷ്യലി നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഈ പ്രൈസ് റേഞ്ചിൽ സെൻറ്റർ പഞ്ച് ഹോൾ ക്യാമറ കൊടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെയും വീഡിയോ വ്യൂയിങ് എക്സ്പീരിയൻസിന് യാതൊരു കോട്ടവും ഈ ഒരു സ്മാർട്ട് ഫോൺ വരുത്തുന്നില്ല. മാത്രമല്ല ഫോണിൻ്റെ ഡിസ്പ്ലേ HD+ ഡിസ്പ്ലേ ആണെങ്കിൽ പോലും യൂട്യൂബിൽ നമ്മൾ 8K വീഡിയോ ഒക്കെ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിൽ ഫുൾ HD കഴിഞ്ഞ് 2.5K കടന്ന് 4K റെസൊല്യൂഷൻ വരെ വീഡിയോ പ്ലേ ബാക്ക് സപ്പോർട്ട് ഈ ഒരു സ്മാർട്ട് ഫോണിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു HD+ റെസൊല്യൂഷനേ ഉള്ളൂ എന്നുള്ളത് ഒരു വലിയ കുറവായിട്ട് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ഫീൽ ചെയ്യുന്നില്ല എന്നുള്ളത് മാത്രമാണ്. പിന്നെ ഡിസ്പ്ലേയെക്കുറിച്ച് പറയാനുള്ള ഒരു കുഴപ്പം അല്ലെങ്കിൽ ഒരു കുറവ് എന്ന് പറയുന്നത് ഈ ഒരു ചിഹ്നം എന്നറിയപ്പെടുന്ന ഈ താഴ്ഭാഗമുണ്ട്, അതൊരു അല്പം എബോ ആവറേജ് സൈസായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കണ്ടില്ലേ ഇവിടെ ഈ ഒരു ഭാഗം മാത്രം, അതാണ് എനിക്ക് ഇതിനകത്ത് ഡിസ്പ്ലേയിൽ എടുത്തു പറയാനുള്ളത്. അതർവൈസ് മികച്ച ഒരു ഡിസ്പ്ലേ അനുഭവം തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ സമ്മാനിക്കുന്നു. അടുത്തായിട്ട് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ പ്രൈസിംഗ് ആണ്. പ്രൈസിംഗിലേക്ക് പറയുന്നതിന് മുമ്പ് അപ്പോൾ ഇതിൻ്റെ ഒരു നേട്ടവും കോട്ടങ്ങളും വെച്ച് നോക്കി കഴിഞ്ഞാൽ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം നേട്ടങ്ങൾ തന്നെയാണ്. എന്നിരുന്നാലും ഈ കോട്ടമായിട്ട് എനിക്ക് നേരത്തെ തന്നെ പറഞ്ഞ ഒരു കാര്യം എടുത്ത് പറയാനുണ്ട്. ഇതിനകത്ത് 10 വാട്ടിൻ്റെ ചാർജറേ ഫോണിൻ്റെ ബോക്സിനകത്ത് നൽകിയിട്ടുള്ളൂ. ഫോണിൻ്റെ ബോക്സിനോടൊപ്പം 15 വാട്ടിൻ്റെ ചാർജർ തന്നെ കൊടുത്തിരുന്നെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയെന്ന് തോന്നി. അതുപോലെ ഈ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേ നേരത്തെ പറഞ്ഞതുപോലെ HD+ റെസൊല്യൂഷനാണ്. അതൊരു ഫുൾ HD+ ആകാമായിരുന്നു എന്നും തോന്നി. കാരണം ഈ പ്രൈസ് റേഞ്ച് ഫുൾ HD വരുന്ന സ്മാർട്ട് ഫോണുകൾ വേറെ ഉണ്ട്. ഇനി അടുത്തായിട്ട് പ്രൈസിങ്. സത്യത്തിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നതിന് മുമ്പാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രൈസിങ് കൃത്യമായിട്ട് അറിവായിട്ടില്ല. 11,000 രൂപയിൽ താഴെ ആയിരിക്കും ഇതിൻ്റെ ഒരു പ്രൈസിങ് എന്നാണ് ഒരു ചെറിയ സൂചന ലഭിച്ചിരിക്കുന്നത്. എന്തിനായാലും കൃത്യമായിട്ടുള്ളൊരു പ്രൈസിങ് അറിയണമെങ്കിൽ ഫോൺ ലോഞ്ച് ചെയ്യുന്നത് വരെ കാത്തിരിക്കണം ഇന്ത്യയിൽ. ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുന്ന സമയത്ത് കൃത്യമായിട്ട് ഈ ഒരു ഫോൺ ലോഞ്ച് ചെയ്തിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു വീഡിയോയുടെ താഴെ ഫസ്റ്റ് കമൻറ്റായിട്ട് പ്രൈസ് അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ ഇതുപോലെ മനോഹരമായിട്ടുള്ള മറ്റൊരു പ്രോഡക്റ്റിൻ്റെ വിശേഷമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ സ്റ്റേ സേഫ്, ബൈ.